പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ നമ്മുടെ ചർച്ച നമ്മുടെ അടുക്കളയിലൊക്കെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വസ്തുവാണല്ലോ നമ്മുടെ കറികളിലൊക്കെ ഉപയോഗിക്കുന്ന ഉപ്പ്. ഉപ്പുമായി ബന്ധപ്പെട്ട ചില വർത്തമാനങ്ങളാണ് ഇൻഷാ അല്ലാഹ്, ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ സംസാരിക്കുന്നത്. ഉപ്പ് കൂടിയാൽ എന്താണ് പ്രശ്നം, ഉപ്പ് കുറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുപോലെ തന്നെ ഉപ്പ് പലതുണ്ട് അല്ലേ, പൊടിയുപ്പുണ്ട്, അതുപോലെ കല്ലുപ്പുണ്ട്, ഇന്ദുപ്പുണ്ട്, അങ്ങനെ പലതരത്തിൽ ഉപ്പുണ്ട്. ഈ ഉപ്പുകളിൽ ഏറ്റവും നല്ലത്, ഗുണമുള്ളത് ഏതുപ്പാണ്? അത് പിന്നെ ഉപ്പ് നല്ലതാണോ ചീത്തതാണോ എന്ന് നമുക്കെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 70 രോഗങ്ങൾക്ക് ഉപ്പ് മരുന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 70 രോഗങ്ങൾ വരാതിരിക്കാൻ ഉപ്പ് നിങ്ങൾ ഉപയോഗിക്കുക. അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നബി തങ്ങൾ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന പല കാര്യങ്ങളുമുണ്ട്, പക്ഷെ അറിയില്ലാത്ത നിരവധി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമുക്കൊന്ന് കേട്ടാലോ. അപ്പോൾ ഉപ്പിൻ്റെ ഉപയോഗം എങ്ങനെയായിരിക്കണം, പ്രത്യേകിച്ച് ഈ ക്ലാസ് എൻ്റെ ഉമ്മമാർ പ്രത്യേകം കേൾക്കണം. നിങ്ങളൊക്കെയാണ് അടുക്കളയിൽ ഉപ്പൊക്കെ കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അവസാനം വരെ കാണണേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അല്ലാഹു തആല എല്ലാ തരത്തിലുള്ള രോഗങ്ങളെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും റാഹത്തും എല്ലാവിധത്തിലുള്ള നിഅമത്തുകളും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാ വിധത്തിലുള്ള രോഗങ്ങളെ തൊട്ടും അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. മാരകമായ പല അസുഖങ്ങളും പടർന്നു പിടിക്കുന്ന സമയമാണ്. ഇപ്പോൾ പനി ഒക്കെ ഒരുപാട് കണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ പിടിപെടുന്നു. അല്ലാഹു തആല എല്ലാവർക്കും, നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്ന പലരുടെയും മക്കൾക്ക് പനിയാണ്, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ അടുക്കളയിലുള്ള ചില വസ്തുക്കളുണ്ടല്ലോ, അടുക്കളയിലുള്ള അല്ലെങ്കിൽ നമ്മൾ പാചകത്തിനായി, നമ്മൾ നിത്യ ഉപയോഗത്തിനായി നമ്മൾ സംവിധാനിച്ചിട്ടുള്ള പല വസ്തുക്കളും, ചിലപ്പോൾ അതിൻ്റെയൊക്കെ നേട്ടങ്ങൾ നമുക്കറിയാമെങ്കിലും കൂടുതൽ വിശദീകരിച്ച് അങ്ങനെ ആരും നമുക്ക് പറഞ്ഞു തരാനില്ലാത്തൊരു സമയമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുക്കളയിലുള്ള ചില വസ്തുക്കൾ പരിചയപ്പെട്ട് അതിൻ്റെ ഗുണദോഷങ്ങളൊക്കെ പരിചയപ്പെടുന്ന നമ്മുടെ സീരീസിൻ്റെ ഒരു അടുത്ത ഭാഗത്തിലാണ് നമ്മളുള്ളത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഉപ്പെന്ന് പറഞ്ഞാൽ അതെന്താണ്? അടുക്കളയിലെ എന്താണ്, രാജകുമാരി എന്നോ അല്ലെങ്കിൽ പാചകത്തിൻ്റെ രാജ്ഞി എന്നോ എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഉപ്പില്ല എങ്കിൽ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഉപ്പുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്നത് അല്ലേ, ഉപ്പ് ഇല്ലാത്ത ഒരു പരിപാടി ഇല്ലല്ലോ. പഞ്ചസാര ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കി ചായയൊക്കെ കുടിക്കാം, പക്ഷേ ഉപ്പില്ലാതെ നമ്മൾ കറി എങ്ങനെ ഉപയോഗിക്കും അല്ലെ? ഏത് കറിക്കും ഒരു ടേസ്റ്റ് വേണ്ട. എന്ത് ചേർത്താലും ഈ ഉപ്പ് ചേർക്കാത്ത ഒരു ഇതാണെങ്കിൽ അയ്യേ ഉപ്പില്ല എന്ന് നമ്മൾ പറയും, നമ്മുടെ മക്കൾ ഉൾപ്പെടെ പറയും. അപ്പോൾ ഉപ്പ് പണ്ടത്തെ കാലത്തൊക്കെ ഈ ജനങ്ങൾ ഉപ്പ് കിട്ടുന്ന സ്ഥലം നോക്കിയായിരുന്നു ജനങ്ങൾ താമസിച്ചു കൊണ്ടിരുന്നത് എന്നൊക്കെ പഴമക്കാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പണ്ടത്തെ കാർന്നോമാരൊക്കെ പറയും, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതുപോലെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, ഇങ്ങനെ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്, ഇങ്ങനെ ഒരുപാട് പഴം വാക്കുകൾ അല്ലെങ്കിൽ പഴഞ്ചൊല്ലുകൾ അതൊക്കെ നമ്മുടെ മുൻഗാമികളൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ വളരെയധികം ഒഴിച്ചുകൂടാനാവാത്തൊരു വസ്തുവാണ് നമ്മുടെ അടുക്കളയിൽ ഒരു ഡപ്പിയിലോ അല്ല പാത്രത്തിലൊക്കെ നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ള ഉപ്പ് എന്നുള്ളത്. ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഈ അറുത്ത കൈക്ക് ഉപ്പ് തേക്കുന്നില്ല എന്നൊക്കെ പറയാനുള്ള കാരണം എന്താണ്? രക്തം നിൽക്കാൻ അത് ഉപ്പ് തേക്കൽ നല്ലതാണെന്നാണ്. രക്തം നിൽക്കാൻ, ഒരു മുറിഞ്ഞ സ്ഥലത്ത് രക്തം നിൽക്കാൻ ഉപ്പ് തേക്കൽ നല്ലതാണെന്നാണ്. മാത്രമല്ല ഈ ഉപ്പ് ഒരുപാട് രോഗങ്ങൾക്കുള്ള രോഗശമനമാണ്, മരുന്നാണ് ഉപ്പ്. പക്ഷെ അമിതമാവാൻ പാടില്ല. ഇന്നിപ്പോൾ ഡോക്ടർമാരൊക്കെ എപ്പോൾ ചെന്നാലും നിങ്ങൾ മധുരം കുറക്കണം, എണ്ണപ്പലഹാരം കുറക്കണം, അതോടൊപ്പം തന്നെ ഉപ്പും കുറക്കണം എന്ന് പറയാറുണ്ട്. ഉപ്പിൻ്റെ ഉപയോഗം ഇന്ന് വളരെയധികം അധികമാണ്. വളരെയധികം അധികം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിനേക്കാൾ ഇരട്ടിയാണ് ഇന്ന് ഓരോ മനുഷ്യനും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ന് ഉപ്പിൻ്റെ അളവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ചെറിയ മില്ലിയാണ്, പക്ഷെ ഇന്ന് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ്. ഇന്നത്തെ ദിവസം തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, നമ്മളിന്ന് രാവിലെ എന്ത് കഴിച്ചു? അപ്പം കടലക്കറി കഴിച്ചു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഉച്ചക്ക് ചോറിന് മീൻകറി ഉണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും പപ്പടം ഉണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും തോരൻ ഉണ്ടാകും. ഈ എല്ലാ കറിക്കും നമ്മൾ ഉപ്പിടുമല്ലേ?
ഒരു കറിക്ക് മാത്രമല്ലല്ലോ ഉപ്പിടുന്നത്, എല്ലാ കറിക്കും നമ്മൾ ഉപ്പിടും. അപ്പോൾ എല്ലാ കറിക്കും ഇച്ചിരി ഇച്ചിരി ഉപ്പിട്ടാൽ നമ്മൾ ഒരു ദിവസം കഴിക്കുന്നത് ഒരുപാട് ഉപ്പാണ്. അതിനിടയ്ക്ക് ഉപ്പിട്ട് നാരങ്ങാവെള്ളം കുടിക്കും, ഉപ്പിട്ട് സോഡ കുടിക്കും, അല്ലേ? പിന്നെ അച്ചാറ് കൂട്ടും. അച്ചാറിലെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഉപ്പാണ്. ഞാനീ പറയുന്നതൊക്കെ സ്ഥിരമായി നമ്മളൊക്കെ കഴിക്കാറുള്ളതാണ്. പക്ഷേ നമ്മൾക്ക് ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വീഡിയോ നമ്മൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അലിയാർ തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന് കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങളിൽപ്പെട്ട ഒന്നാണ്, അലിയേ ഒരു കാര്യം നീ ശ്രദ്ധിക്കണേ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നീ ഉപ്പ് കൊണ്ട് തുടങ്ങുക. നബി തങ്ങളുടെ ഒരു സുന്നത്താണ്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഉപ്പ് കൊണ്ട് തുടങ്ങുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അല്പം ഉപ്പ് നീ നാവിൽ വെക്കുക, ഉപ്പ് കൊണ്ട് അവസാനിപ്പിക്കുക. അതെന്താണ്? 70-ൽ പരം രോഗങ്ങൾക്ക് കാവലാണ്. 70-ൽ പരം രോഗങ്ങൾ വരാതിരിക്കാനുള്ള കാവലാണ്. ഉപ്പ് കൊണ്ട് ഭക്ഷണം തുടങ്ങുക, ഉപ്പ് കൊണ്ട് ഭക്ഷണം അവസാനിപ്പിക്കുക. നമ്മുടെ പഴയ കാർന്നോമാരൊക്കെ നമ്മുടെ വല്ലുമ്മമാരെ അവരൊക്കെ ചെയ്യാറുണ്ടാകും. പക്ഷെ നമ്മളിപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല. പക്ഷെ അങ്ങനെയല്ല, ഇനി ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്തു നോക്ക്, പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തു നോക്ക്. 70-ൽ പരം രോഗങ്ങൾ ഇന്നിപ്പോൾ എത്ര രോഗങ്ങളാണ് നമുക്കറിയുന്നതും അറിയാത്തതുമാണ്. ഓരോ ദിവസവും ഓരോ ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ പല പേരിലുള്ള പല അവസ്ഥയിലുള്ള രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പേരില്ലാത്ത മരുന്നില്ലാത്ത രോഗം. ഡോക്ടർമാർ തന്നെ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ ചേർത്തിട്ട് ഒരു പേരങ്ങോട്ട് ഇടുകയാണ് ഓരോ അസുഖത്തിനും, അല്ലേ? എത്രയോ അസുഖങ്ങളാണ്, നമുക്കറിയില്ലാത്ത എത്രയോ അസുഖങ്ങൾ ഇനി വരാനിരിക്കുന്നു. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് 70-ൽ പരം രോഗങ്ങൾക്കുള്ള കാവലാണ് ഉപ്പ് കൊണ്ട് അല്പം. ഈ ഉപ്പ് കൊണ്ട് തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഒരു സ്പൂണെടുത്ത് ഉപ്പെടുത്തിട്ട് വായിലേക്ക് ഇടണം എന്നല്ല പറഞ്ഞത്, ഒരു നുള്ളുപ്പ്. ഇപ്പോൾ ഈ കല്ലുപ്പൊക്കെ ആണെങ്കിൽ ആ കല്ലുപ്പിൻ്റെ ചെറിയൊരു കഷ്ണം അത് വായിലേക്ക് ഭക്ഷണത്തിന് മുമ്പ് നമുക്ക് കഴിക്കാം. അത് കഴിച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചു തുടങ്ങാം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു കല്ലുപ്പ് അതെടുത്ത് വായിലേക്ക് ഇടുക, പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താൽ 70-ൽ പരം രോഗങ്ങൾക്ക് ശിഫ. ആ ഉപ്പ് അമിതമായാൽ ഭയങ്കര പ്രശ്നമാണ്. അമിതമായാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്, ഭയങ്കര പ്രശ്നം. ഇൻഷാ അല്ലാഹ് ശേഷം ഉപ്പ് അമിതമായാലുള്ള പ്രശ്നങ്ങൾ നമുക്ക് സംസാരിക്കാം. പിന്നെയോ ഉപ്പ് തീരെ കുറഞ്ഞാലും പ്രശ്നമാണ്, അല്ലേ? ഈ സോഡിയം, ഉപ്പിലുള്ള ഒരു വസ്തുവാണ് എന്താ സോഡിയം. ആ സോഡിയം കുറഞ്ഞാൽ പ്രശ്നമാണ്, സോഡിയം കൂടിയാലും പ്രശ്നമാണ്. സോഡിയം കുറയുമ്പോഴാണ് തലകറക്കമൊക്കെ വരുന്നത് ചില ആളുകൾക്ക്. ഈ വെയിലത്ത് വെക്കുമ്പോൾ തലകറങ്ങി വീഴും, സോഡിയം കുറഞ്ഞ. അപ്പോൾ ഉപ്പിട്ട് നാരങ്ങ വെള്ളമോ സോഡയൊക്കെ കുടിച്ചാൽ ഒരു ഉഷാറാവ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഈ മധുരം, അതുപോലെ തന്നെ മധുരം നമുക്ക് ശരീരത്തിന് ആവശ്യമാണ്. ഷുഗർ ആവശ്യമാണ്. അത് കൂടാനും പാടില്ല, തീരെ കുറയാനും പാടില്ല. അത് സമമായി നമ്മൾ കൊണ്ടുപോകണം. നമ്മുടെ ശരീരത്തിന് നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് എന്ത് കിട്ടുന്നുണ്ട്? ഉപ്പുണ്ട്. അത് നല്ല രൂപത്തിൽ കൊണ്ടുപോയാൽ മതി. ഇത് ഭക്ഷണത്തിലൊക്കെ അമിതമായി ഉപ്പ് നമ്മൾ ചേർത്ത് കഴിക്കുമ്പോൾ ചില ആൾക്കാരുണ്ട് എന്താ മേശപ്പുറത്ത്, ഇപ്പം അത് കുറവാന്നാണ് തോന്നുന്നത്. ഇപ്പോൾ പല വീട്ടിലും കാണാറില്ല. മുമ്പൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഉപ്പിൻ്റെ പാത്രം ഉണ്ടാകും എവിടെ? മേശപ്പുറത്ത്. എന്നിട്ടോ ചോറിലൊക്കെ അങ്ങോട്ട് ഇങ്ങനെ കുടഞ്ഞിട്ടിട്ട് ഇങ്ങനെ കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഈ കല്ലുപ്പുണ്ടല്ലോ, കല്ലുപ്പ്, അത് ഭക്ഷണത്തിന് മുമ്പ് ഒരു നുള്ള് കഴിക്കൽ അതെന്താണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ നല്ലതുപോലെ ദഹിപ്പിക്കും. അതുപോലെ തന്നെ ഡോക്ടർമാർ പറയുന്നു, ഈ വെളിച്ചെണ്ണയില്ലേ, വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കല്ലുപ്പ് ഇട്ടിട്ട് അത് വെയിലത്ത് വെച്ച് ചൂടാക്കണം. വെളിച്ചെണ്ണയിൽ കല്ലുപ്പിട്ട് വെയിലത്ത് വെച്ച് ചൂടാക്കുക. എന്നിട്ട് അത് അല്പമെടുത്ത് നമ്മുടെ തൊണ്ട, നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗം അവിടെയൊക്കെ നമ്മൾ തേച്ച് കൊടുത്താൽ നമ്മുടെ കഫക്കെട്ട് പോകും. കഫക്കെട്ട് മാറാൻ, നമ്മുടെ നെഞ്ചിൽ കെട്ടിക്കിടക്കുന്ന കഫം ഇറങ്ങിപ്പോവാൻ. അതുപോലെ തന്നെ ഈ തൈറോയിഡിൻ്റെ അസുഖം, അല്ലേ? ഇങ്ങനെ കഴുത്തിൽ ചിലപ്പോൾ ഇങ്ങനെ വീർത്തു വരും, ചിലപ്പോൾ ഉള്ളിലൊക്കെ ആയിരിക്കും. അപ്പോൾ ആ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഈ ഉപ്പ് കല്ലുപ്പ് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് അത് വെയിലത്ത് വെച്ച് ചൂടാക്കി തേക്കൽ നല്ലതാണ് എന്ന് ഒരുപാട് ഡോക്ടർമാർ, വൈദ്യന്മാർ പറയാറുണ്ട്. അപ്പോൾ ഉപ്പ് നമ്മൾ സമം ആയിട്ട് വേണം ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞു. ഉപ്പ് അമിതമായാൽ എന്തുണ്ടാകും? BP കൂടും, അല്ലേ? ബ്ലഡ് പ്രഷർ കൂടും. ഈ BP കൂടാൻ ഉപ്പ് മാത്രമല്ല കാരണം, അമിതമായ ടെൻഷൻ, ബേജാറ്, അതെന്താണ്? നമ്മുടെ BP കൂട്ടും. ഇപ്പോൾ ഒരു മോൾ ഉണ്ടായാൽ അതിനെ എങ്ങനെ പഠിപ്പിക്കും? അപ്പം ടെൻഷനാണ്. പിന്നെ പഠിപ്പിച്ച് കല്യാണപ്രായം എത്തിയാൽ കല്യാണം എങ്ങനെ നടക്കും? അതൊരു ടെൻഷനാണ്. നിശ്ചയം നടത്തണം, അത് ടെൻഷനാണ്. പിന്നെയോ കല്യാണം കഴിഞ്ഞ് പ്രസവം, അതൊരു ടെൻഷനാണ്. അതുപോലെ പ്രസവം കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോകല്, പിന്നെ പേരക്കുട്ടികളുടെ കാര്യം, ഇതൊക്കെ ഓർത്ത്, അതായത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉണ്ടാവുള്ളൂ, പക്ഷെ ഇപ്പോഴേ നമുക്ക് ടെൻഷനാണ് ഇവരുടെ കല്യാണം എങ്ങനെ നടത്തുന്നു ഭാവിയിൽ. ഇങ്ങനെ വേണ്ടാത്ത ഒരുപാട് ടെൻഷനുകൾ, ബേജാറുകൾ വരുത്തി വെക്കുമ്പോൾ ഭർത്താവ് ഗൾഫിലേക്ക് പോകുന്നില്ല, ജോലി കിട്ടുന്നില്ല, അതിന് ടെൻഷൻ. ഇനി ജോലി കിട്ടിയാൽ ഭർത്താവ് പോകുന്നു, അതിന് ടെൻഷൻ. പോയി കഴിഞ്ഞാൽ പോയല്ലോ എന്നുള്ള ടെൻഷൻ. ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട്. നമുക്ക് വേണ്ടത് എന്താണ്? തവക്കുലാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്.
ഞാനിത് പറഞ്ഞത് നമ്മുടെ വിഷയം അതല്ല. അമിതമായി ടെൻഷൻ കൂടുമ്പോൾ BP കൂടും. അതുപോലെ തന്നെ ഉറക്കം ശരിയായില്ലെങ്കിൽ, അതുപോലെ തന്നെ ഭക്ഷണം സമയം തെറ്റിക്കഴിച്ചാൽ, ഭക്ഷണം വൈകിക്കഴിച്ചാൽ ഒക്കെ നമ്മുടെ BP കൂടും. അപ്പോൾ ഉപ്പിൻ്റെ അമിതമായ ഉപയോഗം മാത്രമല്ല, ഇതുപോലുള്ള ചില കാര്യങ്ങളും നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് പ്രഷർ കൂട്ടി പല അസുഖങ്ങളും പല പ്രയാസങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി രുചിക്ക് മാത്രമല്ലല്ലോ അല്ലെ, ഈ ഉപ്പെന്ന് പറഞ്ഞാൽ രുചിക്ക് മാത്രമല്ല, മറ്റ് ആവശ്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലെ. ആരോഗ്യത്തിന്, നമ്മുടെ ആവശ്യത്തിന് എല്ലാത്തിനും ഉപ്പ് ആവശ്യമാണ്. ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് ആ വെള്ളം തുണിയിൽ മുക്കി നമ്മുടെ ചൂട് പിടിച്ചാൽ, എങ്ങനെ എവിടെയെങ്കിലും നമ്മൾ വീണു അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുണ്ടായി അവിടെയൊക്കെ നമ്മൾ അങ്ങനെ ആ ഉപ്പ് വെള്ളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിങ്ങനെ തുണിയിൽ മുക്കി പിടിച്ചാൽ അവിടെയുള്ള നീര്, വീക്കം, തടിപ്പ് അതൊക്കെ മാറുമെന്ന് നമുക്ക് വൈദ്യന്മാരൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് അതിൽ മുട്ടയിട്ടാൽ, ഒരു ഗ്ലാസ് വെള്ളം അതിൽ നമ്മൾ ഉപ്പിട്ട് കലക്കി എന്നിട്ടൊരു ആ മുട്ട എടുത്ത് നമ്മൾ ആ ഗ്ലാസ്സിലിട്ടാൽ, നല്ല മുട്ടയാണെങ്കിൽ അതെന്ത് ചെയ്യും, താഴ്ന്നു വരും, മുട്ട താഴേക്ക് പോകും. ചീത്ത മുട്ടയാണെങ്കിൽ ആ മുട്ട ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതാണ്. പിന്നെ ഒരു ഉണങ്ങിയ തുണിയിൽ ഉപ്പിട്ടിട്ട് ആ തുണി ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് നമ്മൾ ഈ പാത്രമൊക്കെ കഴുകിയാൽ പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ചെളി പിടിച്ചിരിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ക്ലാവ്, അതുപോലെ തന്നെ കറയൊക്കെ ഉണ്ടാകും. അതൊക്കെ പോവാൻ ഈ തുണിയിൽ ഉപ്പ് വിതറിയിട്ട് അത് കൂട്ടിപ്പിടിച്ചിട്ട് നമ്മൾ തേച്ചാൽ മതി എന്ന് ചില വൈദ്യന്മാരൊക്കെ പറയുന്നുണ്ട്. ചില ആളുകൾ അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ ഫലം കിട്ടിയിട്ടുമുണ്ട്. പിന്നെ നമ്മുടെ ഈ വീട്ടിലൊക്കെ നമ്മുടെ മക്കൾ കഴിച്ച ആപ്പിളിൻ്റെ ബാക്കി ഉണ്ടാകും. അതുപോലെ നമ്മൾ കറിക്ക് വേണ്ടി ഉപയോഗിച്ച ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കുറച്ച് മുറിച്ചിട്ട് ബാക്കി ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫ്രിഡ്ജിൽ വെക്കും. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചാലും ആ ഭാഗമൊക്കെ കുറച്ച് കഴിയുമ്പോൾ കറുത്ത് വരും. അപ്പോൾ അങ്ങനെ കറുക്കാതിരിക്കാനൊക്കെ അല്പം ഉപ്പിട്ട വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചാൽ മതി എന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ നമ്മുടെ ശരീരത്തിൽ കടന്നൽ, തേനീച്ച അതൊക്കെ കുത്തിയാൽ ചില വേദനയും അസ്വസ്ഥതയൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ നമ്മൾ ഉപ്പ് തേച്ചാൽ അത് ശമിക്കുമെന്നാണ്. ഉപ്പ് തേച്ചാൽ അതിൻ്റെ ആ ഒരു പ്രയാസമൊക്കെ ശമിക്കുമെന്ന് നമുക്ക് കാണാം. ഉപ്പിലുള്ള വസ്തു ആണ് സോഡിയം. ഇത് ശരീരത്തിന് നമുക്ക് ആവശ്യമാണ്. ആവശ്യം എന്ന് പറഞ്ഞാൽ അമിതമായാൽ അത് ഭയങ്കര പ്രശ്നമുണ്ടാക്കും. നമ്മുടെ മസിലിൻ്റെ പവർ, നമ്മുടെ ബാലൻസ്, ഇതെല്ലാം നിലനിൽക്കാൻ, അതൊക്കെ ഉണ്ടാവാൻ എന്ത് വേണം, ഉപ്പ് വേണം. അപ്പോൾ ഉപ്പ് അമിതമായി ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഉപ്പിൻ്റെ ചില ഗുണങ്ങളാണ് മൂക്കടപ്പ്, ജലദോഷം, കഫക്കെട്ടൊക്കെ മാറാൻ ഉപ്പ് രാത്രി കിടക്കുന്ന സ്ഥലത്ത് വെച്ചാൽ മതി എന്നിങ്ങനെ കാർന്നോന്മാർ പറയാറുണ്ട്. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ മൂക്കടപ്പ്, ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പെടുത്തിട്ട് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ആ തലങ്ങനയുടെ അവിടെ വെച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ കാർന്നോന്മാർ പറയുന്നു. അതൊന്നും നമ്മൾ പരീക്ഷിച്ചിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ പറയുന്നതാണ്. പിന്നെ ഉപ്പിട്ട വെള്ളത്തിൽ കുളിച്ചാൽ അതിന് ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട്. ഉപ്പ് ഇട്ട വെള്ളത്തിൽ കുളിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ഉപ്പിട്ട വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ബക്കറ്റിലാണ് കുളിക്കുന്നതെങ്കിൽ അതിനകത്ത് കുറച്ച് ഉപ്പിടുക, എന്നിട്ട് നമ്മളത് ഇളക്കി നമ്മൾ കുളിച്ചാൽ ഒരു ബക്കറ്റ് വെള്ളത്തിൽ 2 സ്പൂൺ ഉപ്പാട്ടോ. ഉപ്പെന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപ്പ് വാരിയിടല്ല, ഒരു ബക്കറ്റ് വെള്ളത്തിൽ 2 സ്പൂൺ ഉപ്പിട്ട് നമ്മൾ ആ ഉപ്പിട്ട വെള്ളത്തിൽ കുളിച്ചാൽ നടുവേദന, ശരീരവേദന, നമ്മുടെ ടെൻഷൻ അതൊക്കെ മാറും, നമ്മുടെ നല്ല ഉറക്കം കിട്ടും എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം, ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം, ഇതൊക്കെ നല്ല രൂപത്തിൽ നടക്കാൻ നമ്മുടെ ശരീരത്ത് ഉപ്പ് വേണം. ഉപ്പ് ആവശ്യമാണ്, പക്ഷെ ഇന്നും അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നു, അവിടെയാണ് പ്രശ്നം വരുന്നത്. പിന്നെയോ ഉപ്പിട്ട് തല കഴുകിയാൽ, നമ്മളൊരു കപ്പിൽ വെള്ളം എടുത്തു, എന്നിട്ട് ഉപ്പിട്ടു, അതിനകത്ത് കലക്കിയിട്ട് നമ്മൾ തലയിലൊന്ന് തേച്ചു പിടിപ്പിക്കുന്നു. അതെന്താണ്, നമ്മുടെ താരൻ പോവാനും തലയിലെ അഴുക്ക് പോവാനും നല്ലതാണ്. പിന്നെ ചർമ്മരോഗം മാറാൻ ഉപ്പിട്ട് വെള്ളം കൊണ്ട് നമ്മൾ കഴുകുന്നത് നമ്മുടെ ചർമ്മത്തിൻ്റെ രോഗങ്ങൾ മാറാൻ നല്ലതാണ്. ഇതൊക്കെ ഉപ്പിൻ്റെ ചില ഗുണങ്ങളാണ്. ഇനി ഉപ്പിൻ്റെ ചില ദോഷങ്ങളുണ്ട്. ഉപ്പ് കൂടിയാൽ നമ്മുടെ കിഡ്നി തകർന്നു പോകും. നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം ഭാഗികമായി തന്നെ നിലച്ചു പോകുമെന്നാണ്. പിന്നെ BP കൂടും, നമ്മുടെ പല്ല്, നമ്മുടെ എല്ല്, നമ്മുടെ നഖം, നമ്മുടെ മുടി അതിനൊക്കെ കേടുവരും ഉപ്പ് കൂടിയാൽ. ഹൃദയത്തിന് തകരാറ് സംഭവിക്കും, കൊളസ്ട്രോൾ കൂടും, അമിതവണ്ണം ഉണ്ടാകും, ദാഹം ഒരുപാട് കൂടും, പിന്നെ അതുപോലെ തന്നെ തലവേദന കൂടും, പിന്നെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും. ഒരുപാട് പ്രശ്നങ്ങളാണ് ഉപ്പ് കൂടിയാൽ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്നത്. നമ്മൾ ഈ ഉസ്താദ് ഞങ്ങൾ ഉപ്പ് അങ്ങനെ കഴിക്കാറൊന്നുമില്ല, പക്ഷെ നമ്മൾ ഈ കഴിക്കുന്ന പാക്കറ്റ് ചിപ്സുകൾ ഉണ്ടല്ലോ, കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ലെയ്സ് അതുപോലത്തെ സാധനങ്ങളൊക്കെ, അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ, നമ്മുടെ മക്കൾ ഉൾപ്പെടെയൊക്കെ കഴിക്കാറുണ്ട്, പക്ഷെ അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. അത് പരമാവധി അതിൻ്റെ ഉപയോഗം ഇൻഷാ അല്ലാഹ് ഇനി മുതൽ ഞാൻ നിർത്തും. നിങ്ങളൊക്കെ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെയധികം അപകടകരമാണ്. അതിനകത്ത്
ഉപ്പിൻ്റെ അംശം കൂടുതൽ മാത്രമല്ല, ഒരുപാട് അജിനോമോട്ടോ എന്ന് പറഞ്ഞ ഒരു എന്താണ് ഭയങ്കര നമുക്ക് ശരീരത്തിന് കേടുള്ള വസ്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ പൊരിച്ചെടുക്കുന്നതൊക്കെ ഈ എന്താണ് മോശപ്പെട്ട എണ്ണകളിലൊക്കെ ആയിരിക്കും, സംസ്കരിച്ച എണ്ണകളിലൊക്കെ ആയിരിക്കും. അതൊക്കെ നമ്മുടെ ശരീരത്തിന് കേടാണ്. കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടാണ് കുടിക്കുന്നത്. കഞ്ഞിയിൽ ഉപ്പുണ്ടാകും, കഞ്ഞിക്ക് നമ്മൾ കറിയായിട്ട് കൂട്ടുന്ന പപ്പടം, അതുപോലെ തന്നെ കൊണ്ടാട്ടം മുളക് എന്ന് പറഞ്ഞ മുളകുണ്ടല്ലോ, അത് ഭയങ്കര ഉപ്പാണ്. അതിൽ പിന്നെ ഉണക്കമീൻ ഉണ്ടാകും, ചമ്മന്തി ഉണ്ടാകും, മറ്റ് കറികൾ ഉണ്ടാകും, എല്ലാത്തിലും ഉപ്പായിരിക്കും. അപ്പോൾ ഒരുപാട് ഉപ്പ് ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ 5 ഗ്രാമിൽ കൂടാൻ പാടില്ലെന്നാണ്. എന്നാൽ ഇന്ന് കണക്കുകൾ പറയുന്നു, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, കേരളത്തിലൊക്കെ ഇന്ന് ആളുകൾ ഒരു ദിവസം തന്നെ 10 ഗ്രാമും 12 ഗ്രാമും, അതായത് ഇരട്ടിയാണ് ആളുകൾ ഉപ്പിൻ്റെ ഉപയോഗം ഉള്ളത് കഴിക്കുന്നതെന്നാണ് പല രൂപത്തിൽ. ഒരു വർഷം 3 ലക്ഷത്തോളം പേരാണ് ഉപ്പിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ട് പല അസുഖങ്ങളും വന്നിട്ട് മരണപ്പെടുന്നത് എന്നാണ്. അപ്പോൾ ഒരു ദിവസം 4 മില്ലി 5 മില്ലി മാത്രമാണ്, ഒരു ടീസ്പൂൺ മാത്രമാണ് നമുക്ക് ഉപ്പ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് 10ഉം 12ഉം ഒക്കെ മില്ലിയാണ് ആളുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കുക. പിന്നെ പലതരം ഉപ്പുണ്ട്. പൊടിയുപ്പുണ്ട്, ടേബിൾ സാൾട്ട് എന്ന് പറയും. അതുപോലെ തന്നെ കല്ലുപ്പുണ്ട്, കടലുപ്പുണ്ട്, ഹിമാലയൻ ഹിന്ദുപ്പ്, പിങ്ക് സാൾട്ട് അല്ലേ, അതുപോലെ തന്നെ കാരുപ്പ്, കറുത്ത ഉപ്പ്, ബ്ലാക്ക് സാൾട്ട്, ഇങ്ങനെ പല പേരിലൊക്കെ അറിയപ്പെടുന്ന പല ഉപ്പുണ്ട്. ഉപ്പിനൊക്കെ എല്ലാം നല്ല ഗുണമാണ് ഉള്ളത്. എല്ലാ ഉപ്പിനും പല പല വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട്. ഈ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് പൊടിയുപ്പാണ് അല്ലേ. ഈ പൊടിയുപ്പ് ഇപ്പോൾ ഈ അടുത്ത് നിങ്ങൾ കണ്ടു കാണും, ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ വന്നിരുന്നു. അതായത് ഒരാളൊരു ഒരു ബ്രാൻഡിൻ്റെ ഉപ്പ് വാങ്ങിച്ചു, എന്നിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കലക്കി നോക്കുമ്പോൾ നീല നിറം മാത്രമല്ല, അത് അവസാനം കുമ്മായമാണ് അതിൻ്റെ അവസാനമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഉപ്പിൽ പോലും മായം ചേർക്കുന്നൊരു കാലമാണ്. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചേ നമ്മൾ വാങ്ങാം. ഈ കല്ലുപ്പാണ് നല്ലത്. കല്ലുപ്പ് വാങ്ങിച്ചിട്ട് പൊടിച്ചെടുക്കലാണ് ഏറ്റവും നല്ലതെന്നാണ് ഇന്നിപ്പോൾ ഡോക്ടർമാരൊക്കെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഇന്ദുപ്പുണ്ടല്ലോ, ഇന്ദുപ്പ്, പിങ്ക് സാൾട്ട്, അതും നല്ലതാണ് എന്ന്. ഏത് ഉപ്പൊക്കെ നല്ലതാണ്, പക്ഷേ ഈ പൊടിയുപ്പ് നമ്മളൊന്ന് സൂക്ഷിക്കണം കേട്ടോ. പൊടിയുപ്പിൽ ഇപ്പോൾ ഒരുപാട് കെമിക്കലുകളൊക്കെ ചേർത്ത് വരുന്നുണ്ട്. പിന്നെ അമിതമാവാതെ, ഏതുപ്പാണെങ്കിലും അമിതമായാൽ അത് ആപത്താണ്. പിന്നെ ഇപ്പോൾ ഇനി മഴക്കാലമൊക്കെ കഴിഞ്ഞ് ചൂടുകാലം വരുമ്പോൾ ഉപ്പിട്ട് നാരങ്ങാ വെള്ളം, സോഡ ഉപ്പിട്ട്, അതുപോലെ മോര് ഉപ്പിട്ടൊക്കെ നമ്മൾ കുടിക്കുന്ന സമയത്ത് നല്ല രസമായിരിക്കും. പക്ഷേ നമ്മൾ കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് BP പെട്ടെന്ന് കൂടാൻ, സ്ഥിരമായി കുടിച്ചാൽ BP പെട്ടെന്ന് കൂടാൻ കാരണമാണ്. അതുപോലെ പാക്കറ്റ് ഭക്ഷണങ്ങൾ, അതൊക്കെ അമിതമായി ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മേശപ്പുറത്തൊക്കെ ഒരു ഉപ്പിന് വേണ്ടി സെപ്പറേറ്റ് ഒരു പാട്ടം ഉണ്ടെങ്കിൽ, ഒരു കുപ്പി ഉണ്ടെങ്കിൽ അതൊക്കെ മറ്റു മാറ്റിയേക്കണം. കാരണം ഉപ്പ് വളരെയധികം അപകടകാരിയാണ്. ഏത് സമയത്താണ് നമ്മുടെ ശരീരത്തിന് അത് എതിരായി ഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഉപ്പ് ഭക്ഷണത്തിൽ ചേർക്കുന്ന നമ്മുടെ ഉമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, അമിതമാവാതിരിക്കാൻ. നമ്മൾ അമിതമായാൽ പിന്നെ പാടാൻ. ഇപ്പം നമുക്ക് കുറഞ്ഞു പോയാൽ നമുക്ക് ഇടാം, പക്ഷെ കുറേ കൂടിപ്പോയാലോ പിന്നെ അത് കുറക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് എപ്പോഴും അത് ശ്രദ്ധിച്ചിടുക. ചിലപ്പോൾ അമ്മായിമ്മ ചിലപ്പോൾ കറിയിൽ ഉപ്പിട്ടിട്ടുണ്ടാകും, ഇതറിയാതെ മരുമോള് വന്ന് വീണ്ടും ഉപ്പിടും. ഇങ്ങനെ ഒരുപാട് പേര് ഉപ്പിട്ടിട്ട് കറി കുളവായ പല സംഭവങ്ങളും നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പം അതുകൊണ്ട് എന്താണ്, ഉപ്പിൻ്റെ കാര്യം വളരെയധികം സൂക്ഷിക്കുക. ഉപ്പ്, പഞ്ചസാര, അതുപോലെ തന്നെ എണ്ണ എന്ന് പറഞ്ഞാൽ തരിച്ച വെളിച്ചെണ്ണ കുഴപ്പമില്ല, അത് നമുക്ക് ശരീരത്തിന് നല്ലതാണ്, പക്ഷെ അമിതമാവരുത്. പക്ഷെ ഇന്ന് കിട്ടുന്ന കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന പല വെളിച്ചെണ്ണകളും ഭയങ്കര പാക്കറ്റൊക്കെ ആയിരിക്കും, നല്ല രസത്തിലൊക്കെയാണ് പാക്കറ്റും, നല്ല എഴുത്തൊക്കെ, പക്ഷേ നല്ല മണമൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ സംസ്കരിച്ച് വരുന്നതാണ്. അതൊക്കെ മോശപ്പെട്ട ഒരു എണ്ണയായിരിക്കും. അതും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഉപ്പ്, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവിധത്തിലുള്ള രോഗങ്ങളെ തൊട്ടും നമ്മൾ എല്ലാവരെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജീവിതത്തിൽ എല്ലാവിധ സമാധാനവും റാഹത്തും സന്തോഷവും നമുക്ക് അല്ലാഹു ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങളെ തൊട്ടുള്ള കാവലും റബ്ബ് തആല നമുക്ക് തരുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.